ഏകദേശം വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. 8:45 ട്രെയിൻ. പക്ഷേ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. കാരണം വഴിയിൽ എങ്ങനെ ബ്ലോക്ക് ആയാലും പിന്നെ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയാണ്. കാരണം ഇതിന് മുന്നേ ബ്ലോക്കിൽ പെട്ട് ഇങ്ങനെ ലേറ്റായ സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നേരത്തെ ഇറങ്ങി. അങ്ങനെ ഒരാഴ്ച കാലത്തേക്ക് ഉദ്യാന നഗരി വിട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലോട്ട് പോവാണ്. നോർമലായിട്ട് നാട്ടിൽ പോകുമ്പോൾ ഉള്ള സന്തോഷം എനിക്ക് ഇത്തവണ ഇല്ല കേട്ടോ. കാരണം ഞാനും കുഞ്ഞും മാത്രമല്ലേ ഉള്ളു. സാധാരണ ചേട്ടനും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നേ. പക്ഷെ ദേവുട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നേ. അവൻ ഇങ്ങനെ കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് സ്നാക്സും വാങ്ങിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ അവിടെ നിന്നാണ് യശ്വന്തപൂരിൽ നിന്നായിരുന്നു ട്രെയിൻ എടുക്കുന്നത്. അത് നേരത്തെ വന്ന് കിടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറിയിരുന്നേ. പിന്നെ ഞാൻ പേടിച്ച പോലെ ഒരു പ്രശ്നങ്ങളും ദേവുടൻ ഉണ്ടാക്കിയില്ല കേട്ടോ. കരഞ്ഞേയും വാശി പിടിച്ചോ ഒന്നുമില്ല. അവൻ നല്ല രീതിയിൽ കളിച്ചോണ്ട് നിന്ന് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ടോയ്സും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് അവൻ കുറേ നേരം കളിച്ചോണ്ട് നിന്നേ. പിന്നെ സമയത്ത് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. രാത്രിയൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ രാവിലെ ആയപ്പോഴും അവൻ ഹാപ്പി ആയിട്ടാണ് എണീറ്റത്. നമ്മളെ നാടെത്തിയപ്പോഴത്തേക്ക് ആ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടോണ്ടാന്ന് തോന്നുന്നു അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ ഏകദേശം ഉച്ച സമയം ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ കൊല്ലത്തെത്തിയത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.